നായ്ക്കുരണ ദേഹത്തെറിഞ്ഞ സഹപാഠികളുടെ ക്രൂര വിനോദത്തിൽ ശരീരമാകെ ചൊറിഞ്ഞു തടിച്ച് പരീക്ഷ പോലും എഴുതാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു 10ാം ക്ലാസ്സുകാരിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. കൊച്ചി കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് 2 ആഴ്ചയായി ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്നത്. ചൊറിച്ചിൽ സഹിക്കാനാവാതെ ബാത്റൂമിൽ നിന്ന് താൻ കരയുമ്പോൾ സഹപാഠികൾ പുറത്തു നിന്ന് ചിരിക്കുകയായിരുന്നുവെന്ന വേദനയോടെ ഈ കുട്ടി നമ്മളോട് പറഞ്ഞു. ഒടുവിൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജുവനൈൽ നിയമപ്രകാരം സഹപാഠികളെ 5 വിദ്യാർത്ഥികൾക്കെതിരെയും BNS പ്രകാരം സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയുമാണ് ഇന്ന് കേസെടുക്കുന്നത്. ഈ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോയിൽ ആദ്യം കണ്ടു കാണും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിദാരുണമായിട്ടൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അഫാൻ്റെ കേസിലും ഷഹബാസിൻ്റെ കേസൊക്കെ വന്നപ്പോഴത്തേനും ഈ ഒരു കേസ് ആരും അത്ര ശ്രദ്ധിച്ചില്ല. അപ്പം അതിനെ കുറച്ച് ആൾക്കാരുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് പോലും. എന്താണെന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്, അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 3-ാം തീയതി ITയുടെ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ക്ലാസ്സിലെ കൂട്ടുകാരെ ചെയ്ത ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ നായ്ക്കർണപ്പൊടി എന്ന് കേട്ടിട്ടുണ്ട്. നായ്ക്കർണം ഇപ്പോൾ പലരും കൃഷി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയും അതേപോലെ മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പല ഉപയോഗങ്ങളും അതിനുണ്ട്. അതേപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ നായ്ക്കർണത്തിൻ്റെ അകത്തുള്ള വിത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഔഷധം വളരെ നല്ലതെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പലരും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിലും ഇതിനെ പറ്റിയുള്ള കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൃഷി ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും അറിയാൻ പറ്റുമായിരിക്കും. ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൈവച്ച് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു തുള്ളി ഒരു അംശം വീണാൽ മതി, നമ്മൾ ദേഹം മൊത്തം ചൊറിഞ്ഞ് നാശമാകും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടി അത് പേരൻസ് ഒന്നും കാണാതെ ഒരു പോളിത്തീൻ കവറിലാക്കി പൊതിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവന്നത്. ഇതെന്തിനാണ് ഇവൾ സ്കൂളിൽ കൊണ്ടുവന്നത്? അത് മറ്റൊരു കുട്ടിയിൽ പ്രയോഗിക്കാൻ വേണ്ടി, ഇവർക്ക് ശത്രുത ഉണ്ടായിരുന്ന ഒരു കുട്ടിയിൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ആ ഒരു നായ്ക്കർണം എന്ന് പറയുന്ന സാധനം സ്കൂളിൽ കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് ബലിയാടായത് ഈ പാവം പിടിച്ച പെൺകുട്ടിയാണ്. അങ്ങനെ എക്സാമിൻ്റെ ആ ഒരു സമയത്ത് ബെഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ചാരി കിടക്കുമായിരുന്നു ഈ ഒരു കുട്ടി. ആ ഒരു സമയത്ത് ബാഗിൽ നിന്ന് ഈ നായ്ക്കർണം എന്ന് പറയുന്ന സാധനം എടുക്കുകയും, അതൊരു ബീൻസ് പോലെയാണ് ഇരിക്കുന്നത്, ചെറിയൊരു പയർ പോലെ. അതിങ്ങനെ എടുത്ത് എറിഞ്ഞു. അതും കയ്യിലൊന്നും പിടിച്ചിട്ടൊന്നുമല്ല, കയ്യിലൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെളിയിൽ കാണത്തക്ക രീതിയിൽ ഇവളുടെ ആ ഭാഗത്തോട്ട് എറിയുമായിരുന്നു. ഇവളെ ഉദ്ദേശിച്ചല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എറിഞ്ഞ് കളിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ പെടലിൽ ചെന്ന് വീഴുകയുണ്ടായി. അന്നേരം തന്നെ ഈ കുട്ടിക്ക് നന്നായിട്ട് ചൊറിച്ചിലും, ഇതെന്താന്ന് പോലും ആ കുട്ടിക്ക് അറിയത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഇത് ചെന്ന് വീണ പാടെ ഈ കൊച്ചിന് ഭയങ്കര ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളുണ്ടായി. ഓടി ചെന്ന് ബാത്റൂമിൽ കയറി. അന്നേരം കൂട്ടുകാരികൾ കൂടെ വന്നിട്ട്, നീ എന്നാ കുളിക്കുക, ഞങ്ങൾ പോയി സോപ്പ് എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ കളിയാക്കി ഭയങ്കര ചിരിയും പരിഹാസവും ഒക്കെ ആയിരുന്നു. അന്നേരം ഈ കുട്ടിയുടെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ നായ്ക്കർണം ദേഹത്ത് വീണാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വെള്ളം ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ, ഇത് ദേഹത്ത് വീണ പുറകെ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൊറിച്ചിൽ കൂടും എന്നുള്ളതാണ്. ഇത് അറിയാതെ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത് അറിയാമായിരുന്നു കാണും, അതുകൊണ്ടാണ് ഇവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ ഇവർക്ക് അത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ സ്കൂളിൽ 3-4 മണിക്കൂറോളം വിവസ്ത്രയായിട്ട് നിൽക്കേണ്ട ഈ കുട്ടിക്ക് വന്നു. അതേപോലെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചൊറിച്ചിൽ കൂടുകയും ദേഹം സ്വകാര്യ ഭാഗത്തടക്കം ഈ കൊച്ച്, നമുക്ക് ചൊറിച്ചിൽ വന്നാൽ ചൊറിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ ആ കുട്ടിയുടെ ദേഹം മൊത്തം തടിച്ച് നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ട്രോമയിലായിപ്പോയി ആ കുട്ടി. പിന്നെ ഈ ഒരു പരീക്ഷാ സമയത്ത് എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുവാണ്, ആ കുട്ടിക്ക് മാത്രം പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിന് അത്രയ്ക്കൊരു ഹെവി ഡോസിലെ മരുന്നുകളൊക്കെയാണ് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയത്. ഒരു തളർന്ന അവസ്ഥയാണ് ആ കുട്ടിക്ക്. ആ കുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എൻ്റെ മേത്തേക്ക് വന്നുകൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിരുന്നു വന്ന് വീണത്, കിടക്കണ കാരണം. അത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വീണപ്പോൾ എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതായതുകൊണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ച് ഞാൻ വാഷ്റൂമിലേക്ക് ഓടിപ്പോയി അന്നയുടെ അടുത്ത്. അപ്പോൾ തന്നെ ഇവരൊക്കെ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കോട്ട് അയച്ചു നോക്കിയപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ എല്ലായിടത്തും ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇനി ഈ സാധനം എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം ഒരു മിണ്ടിയില്ല. നീ കുളിക്ക്, സോപ്പ് ഞങ്ങൾ കൊണ്ടുപോയി തരാമെന്നും പറഞ്ഞ് കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ ഭയങ്കര അനുഭവപ്പെട്ടു. യൂറിൻ പോണ ഭാഗത്ത് എല്ലായിടത്തും. പിറ്റേ ദിവസമായിട്ട് എനിക്ക് കാല് കൂട്ടി വെക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു. ഞാൻ പഠിക്കാൻ നമ്മൾ മരുന്നെല്ലാം കയറിയതിൻ്റെ ക്ഷീണമുണ്ട് എനിക്ക്. അതേപോലത്തെ നല്ല ഹെവി ഡോസ് മരുന്നുകളൊക്കെ കയറിക്കൊണ്ടിരുന്നത്. ട്രിപ്പ് ഇഞ്ചക്ഷനൊക്കെ ആയി കയറി എൻ്റെ ശരീരം മൊത്തം തളർന്നിരിക്കണേ. പണ്ടത്തെ പോലെ എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല ഒരു ചാപ്റ്റർ പോലും. ആര് വിളിച്ചാലും ഇപ്പം നെഞ്ചുവേദന, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം എടുക്കാൻ പറ്റൂല. ശരിക്കും തളർന്നു കിടക്കുന്ന ഒരു മട്ടാൻ്റെ അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം എക്സാം എഴുതിപ്പിക്കൂല എന്ന് സാറ്. അപ്പോൾ ആ കുട്ടി പറയുന്നത് കേട്ടില്ല. ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്. ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരത്തെ പോലെ ഒരു പേജ് പോലും കൊച്ചിന് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ടീച്ചർമാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഈ കുട്ടിയെയാണ് പറയുന്നത്. ഈ തെറ്റ് ചെയ്ത കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കുട്ടിയെയാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മാതാവിനെയും പറയുന്നുണ്ട്. അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത്, വലിയ കാര്യമൊന്നുമില്ല, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എക്സാമിനൊന്നും വരാതെ, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പരീക്ഷ പോലും എഴുതിക്കത്തില്ലെന്ന് പറഞ്ഞ ടീച്ചേഴ്സാണ് ആ സ്കൂളിലുള്ളത്. എന്ത് സ്കൂളാണത്? ഈ തെറ്റ് ചെയ്ത കുട്ടികളെ
പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിന് ഇരയായ കുട്ടീനെ പരീക്ഷ എഴുതിപ്പിക്കത്തില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ആ കുട്ടിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയല്ലേ? ആ കുട്ടി ഒരു എക്സാമിന് വന്നിരുന്ന ആ ഒരു സമയത്തല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ടീച്ചേഴ്സ് അറിയുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഈ ടീച്ചേഴ്സ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പം ആ കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്ന ആ കുട്ടിയുടെ അമ്മ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു മാസത്തിലേറെ എനിക്ക് പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോൾ ആര് വന്ന് എൻ്റെ വീട്ടിൽ നോക്കിയാലും ഒരു ഫാൻ പോലും ഉണ്ടായിരുന്നില്ല. ഒരു പേപ്പർ വെച്ച് വീശി കൊടുക്കാന്ന് പറയുമ്പോൾ ഞാനും തളർന്നു പോകും. എൻ്റെ കൈ കൊണ്ട് ഒരു പേപ്പറിന് കാലകത്തി പിടിച്ച് വെച്ച് വീശി കൊടുക്കുകയാണ് ഇത്രയും മുറിവ് പറ്റിയിട്ട്. വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് ഇടപെട്ട് എൻ്റെ മകൾക്ക് ആ സ്കൂളിലുണ്ടായിട്ടുള്ള ഈ അനിഷ്ട സംഭവം ഒരു മക്കൾക്കും ആവർത്തിക്കൊരു നായ്ക്കരണപ്പൊടി വീണിട്ട് ആ കുട്ടിക്ക് നീതി കൊടുക്കണം. ഇത്തരം ദാരുണ അനുഭവങ്ങൾ ഒരു സ്കൂളിലും ഒരു കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം, ഈ കുട്ടികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. എൻ്റെ കുട്ടിക്ക് ഇത് സംഭവിച്ചതിന് എനിക്ക് കൃത്യമായ നീതി എനിക്കുണ്ട്. അമ്മ പറയുന്നത് കേട്ടില്ലേ? സ്വകാര്യ ഭാഗത്തടക്കം നല്ല മുറിവുകളും കാര്യങ്ങളും ചൊറിച്ചിലും ഉണ്ടായ ആ ഒരു അവസ്ഥയിൽ സ്വന്തം വീട്ടിൽ ഒരു ഫാൻ പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഒരു ഇങ്ങനെ വീശി കൊടുക്കേണ്ട ആ ഒരു അവസ്ഥ വരെ അമ്മയ്ക്ക് വന്നു എന്നാണ് അമ്മ പറയുന്നത്. എത്ര നേരം വീശി കൊടുക്കാനായിട്ട് പറ്റും? ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് അവർ കടന്നു പോയത്. എന്നിട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നീതി ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതേണ്ട പുതിയൊരു വാർത്ത, ടീച്ചേഴ്സിനെതിരെയും കുട്ടികൾക്കെതിരെയും കേസെടുത്തുന്നൊരു വാർത്ത, സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു. ഇപ്പോൾ റാഗിങ്, അതേപോലെ ലഹരി ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വരുവാണ്. അതും ചെറിയ തലമുറ. അപ്പം ഇതേപോലെയുള്ള ശിക്ഷകൾ നമ്മൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നഞ്ചക്കെന്ന് പറയുന്ന ഒരു സാധനം വെച്ച് സ്കൂൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി ഒരുത്തനെ തലക്കടിച്ച് തലയോട്ടി പൊട്ടിച്ച് കൊന്നു. അപ്പം ഇതേപോലെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് കുറ്റം തന്നെയാണ്. അത് നായ്ക്കറിനയുടെ ആ ഒരു പൊടി ദേഹത്ത് വീണ സമയത്ത് ആ കുട്ടിക്കുണ്ടായ ഒരു പ്രയാസങ്ങൾ അത് ഒരിക്കലും പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നതല്ല. അപ്പം ആ കുട്ടികൾക്കും ഇതിനെതിരെ ആക്ഷൻ ഒന്നും എടുക്കാതിരുന്ന ആ കുട്ടിയെ മാനസികമായിട്ട് വേദനിപ്പിച്ച ടീച്ചർമാർക്കും അർഹിക്കേണ്ട ശിക്ഷ തന്നെ നൽകണം. അതേപോലെ വളരെ മോശമായിട്ടാണ് ആ കുട്ടികൾ ഈ ഇരയായ കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്. ഈ കുട്ടിയോട് പറയുവാണ്, നീ അടിവസ്ത്രം ഇടാതെ സ്കൂളിൽ വന്നതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ ചൊറിയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് കളിയാക്കുകയാണ്. അതേപോലെ കുളിക്കാൻ കയറിയിരുന്ന സമയത്ത് ഇവർ കോമഡി പറഞ്ഞ് വെളിയിൽ നിന്ന് ചിരിക്കുന്നു. ആ ഒരു സമയത്തൊക്കെ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി എന്തായാലും ചൊറിയുവാണ്, ദേഹമൊക്കെ ചൊറിഞ്ഞു പൊട്ടുവാണ്. ആ ഒരു സമയത്ത് രക്തം വരെ ഇറ്റ് വന്നു എന്ന് പറയുമ്പം എത്രമാത്രം രീതിയിൽ ദേഹത്ത് ഒരു സ്ഥലം പോലും ആ കുട്ടിയുടെ ചൊറിഞ്ഞ് തടിക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചൊറിയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കി, നമ്മുടെ ദേഹത്ത് ഒരു പുഴു കയറി, ഒരു പുഴു നമ്മളെ ടച്ച് ചെയ്തുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ദേഹം മുഴുവനായിട്ട് അങ്ങനെ വന്നെങ്കിലുള്ളൊരു അവസ്ഥ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നല്ല ചൂടാണല്ലേ, ആ ഒരു സമയത്താണെങ്കിൽ ഇതേപോലെ ചൊറിഞ്ഞ് തടിച്ച് ദേഹം എല്ലാം മുറിവുകളായിട്ടിരിക്കുന്ന, ആ ഒരു ഫാൻ പോലും ഇല്ലാത്തൊരു വീട്ടിൽ ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു പണിക്ക് പോലും പോകാനായിട്ട് പറ്റിയില്ല. ഒരു പണിക്ക് പോകാതെ ആ കുട്ടിയുടെ വീട്ടിലെങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും? ആ കുട്ടിയെ നോക്കി ഇത്രയും നാൾ ആ അമ്മയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം, ആ കുട്ടിക്കുണ്ടായ ഒരു വേദന, അതിനൊക്കെ ആരും സമാധാനം പറയാം? ആ അമ്മയ്ക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ആ കുട്ടിയുടെ കൂടെ നിന്നതും അതൊക്കെ എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടിലെ കുട്ടിക്കായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? അതേപോലെ ഉള്ളൂ. ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നൽ കൊണ്ടാണോ സർക്കാരൊന്നും ഇത് കണ്ടില്ല എന്ന് ഇത്രയും നാളും വെച്ചത്? അതുമല്ല, ഓരോരുത്തർ ഇത് ഏറ്റെടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പം ഇതിനെപ്പറ്റിയും പ്രതിഷേധങ്ങൾ വരാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇതിന് ആക്ഷൻ വരാൻ ഇടയായത്. 4-5 കുട്ടികളുണ്ട്, അവർക്കെതിരെ കേസെടുത്തു എന്നാണ് അറിയാൻ പറ്റിയത്. അതേപോലെ ടീച്ചേഴ്സ് 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇനി ഇതൊന്നും ആരും ആവർത്തിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.